രാവിലെ എണീറ്റ് വന്നപ്പോൾ അടുപ്പിൻ്റെ കര കിടക്കുന്ന കോലമാണിത്. രാത്രി ചെയ്യാൻ മടിച്ചിട്ട് കയറി കിടന്നു. രാവിലെ എണീറ്റപ്പോൾ ഈ കോലത്തിൽ കിടക്കുന്നു. പിന്നെ ചാമ്പൽ ഉൾപ്പെടെ കൂരി നല്ല അടുപ്പിൻ്റെ കരയെല്ലാം വൃത്തിയാക്കി അടുപ്പ് കത്തിക്കുകയാണേ. നമ്മുടെ ഇവിടെയൊക്കെ 2 ദിവസം കൊണ്ട് നല്ല മഴയായതുകൊണ്ട് അടുപ്പിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ചിമ്മിനിയുടെ ഭാഗത്ത് ഞാൻ വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഉണക്കാറ്. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് വിറകുകളൊക്കെ. അങ്ങനെ ചാമ്പലൊക്കെ രാവിലെ അങ്ങ് വാരി ചിമ്മിനിക്കൊരു പ്രശ്നമുണ്ട്. ചാമ്പൽ ഫുള്ളും അങ്ങാവും. നമ്മുടെ എന്താ പറയുന്നത്, ആ പാതകപ്പുറം ഫുള്ളും അങ്ങ് ചാമ്പലാവും, അങ്ങ് പറന്ന് കിടക്കും. എത്ര തൂത്താലും വീണ്ടും വീണ്ടും അവിടെ തന്നെ അങ്ങനെ ആയി കിടക്കും. ഞങ്ങൾക്ക് കാറ്റടിക്കുന്നത് ഈ ചിമ്മിനിയുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആ ഭാഗത്തായതുകൊണ്ട് കൂടുതലും ഇങ്ങനെ പറന്ന് കിടക്കും. അവിടെ എത്ര വൃത്തിയാക്കിയാലും അത് അങ്ങനെ തന്നെ കിടക്കും. അതുപോലെ കരിയും ഭയങ്കരമായിട്ട് പുകയാണ് അതിന്. എനിക്ക് തോന്നുന്നു ഈ ചിമ്മിനിയേക്കാൾ ഏറ്റവും ബെറ്റർ ആലുവ അടുപ്പാണെന്ന് തോന്നുന്നു. കരിയും അധികം പാത്രങ്ങൾക്കൊന്നും അധികം കരിയൊന്നും ആവത്തില്ല. അങ്ങനെ അത്രയും ഇതാക്കിയപ്പം തന്നെ എൻ്റെ കയ്യിലെല്ലാം കരിയായി. അങ്ങനെ കഴുകാൻ പോയി. പിന്നെ അടുപ്പും കത്തിച്ചു. മഴയൊക്കെ സമയമാകുമ്പോഴത്തേക്ക് അടുപ്പ് കത്തിക്കാൻ ഭയങ്കര പാടാണ്, കത്തത്തില്ല. എത്ര പേപ്പർ എടുത്ത് വെച്ചാലോ കത്താൻ ഭയങ്കര പാടാണ്. അതിന് ഞാനിവിടെ ചൂട്ടൊക്കെ പോത്തിനെയും ആട്ടിനെയൊക്കെ തീറ്റാനൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ചൂട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് കോതി വയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും അരി കഴുകി അടുപ്പത്തിടാം. അങ്ങനെ പുളിയരിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുളിയരിയും അരിയും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് ചോറ് വേവിച്ചതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചു. ഇത് എത്ര കത്തിച്ചാലും കത്തത്തില്ല. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വന്നതാണേ. അന്നേരം മീൻകാരൻ മാമനും കൂടെ വന്നു. നല്ല രസമുണ്ടായിരുന്നു ഡ്രാഗൻ്റെ ഫ്ലവേഴ്സ് കാണാൻ. പിന്നെ വന്ന് മീനൊക്കെ മേടിച്ചു. കുഞ്ഞു ചാളയായിരുന്നു. കൊണ്ടുവന്ന് വെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി. പിന്നെ വന്ന് പൂത്തിന് വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ ചാണകമെല്ലാം കോരി. അങ്ങനെ അവനെ അഴിച്ചു കെട്ടി. പിന്നെ ഒന്ന് വേണം അടുക്കളയിലോട്ട് കയറാൻ, കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ നോക്കിയപ്പം ഇന്നലത്തെ മാവിരിപ്പുണ്ടായിരുന്നു. ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറിന് തൂരപ്പരിപ്പ് കഴുകി കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കുക്കറിലോട്ട് പെട്ടെന്നാവുമല്ലോ, അങ്ങനെ പെട്ടെന്ന് കുക്കറിലോട്ട് വേവിക്കുകയാണ്.
ഞാൻ കുക്കറിലോട്ട് സാമ്പാറൊക്കെ ആക്കി ഞാൻ വന്ന് മക്കൾ കിടക്കുന്ന റൂം കിടക്കുന്നതാണ്. മോള് മദ്രസയിലും പോയി, മോൻ ട്യൂഷനും പോയി. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് വന്ന് ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. മോളും പള്ളി കഴിഞ്ഞിപ്പം വരും. ഇഡ്ഡലി അവിടെ വെന്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ സാമ്പാർ ഇവിടെ സെറ്റായി. അങ്ങനെ 4 മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ചോറൊക്കെ ഊറ്റി വെച്ചു. അങ്ങനെ പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി, എന്നാലും ചാമ്പലാവും. അങ്ങനെ പിന്നെ ചോറൊക്കെ ഗ്യാസിലോട്ട് വെച്ച് മുരിച്ച് വെച്ചു. അന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ഇക്കയുടെ കാലാണെങ്കിൽ സ്കൂട്ടിയുടെ സൈലൻസർ കൊണ്ട് പൊള്ളിയതാണ്. അങ്ങനെ പിന്നെ അതും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി ഞങ്ങൾ. അങ്ങനെ മരുന്നൊക്കെ വെച്ച് കെട്ടി നല്ല പഴുപ്പൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ വന്ന് മുടിയൊക്കെ വെട്ടാൻ കയറി. വന്നപ്പോഴത്തേക്കും ഒരു 2-2:30 മണിയായിരുന്നു. വിശന്ന് ഉരിഞ്ഞു വന്നു. പിന്നെ ഓമയ്ക്കയും ചെത്തി തോരനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. തലേദിവസത്തെ മീൻ കറിയും കൂട്ടി ഒരു ചോറും ഉണ്ട്. അത്രയേ ഉള്ളൂ.